അപ്പോൾ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക്, ഒരു വ്യക്തിപരമായ ഐക്യത്തിലേക്ക്, തൻ്റെ പിതാവുമായുള്ള ഗാഢബന്ധമാണ് കർത്താവ് തൻ്റെ പ്രാർത്ഥനയിലൂടെ അനുഭവിച്ച് ശിഷ്യഗണത്തെ പഠിപ്പിച്ചുകൊണ്ട് തൻ്റെ സർവ്വ ശുശ്രൂഷയുടെയും സർവ്വ കൃപാമിനിസ്റ്റുകളുടെയും ഒരു പ്രസരിപ്പായിട്ട് കർത്താവ് കാണുന്നത്. ഇങ്ങനെ അവൻ പിതാവിന്റെ സന്നിധിയിലേക്ക് പോകുന്നു. ഇത് പഴയ നിയമത്തിലും പ്രവാചകന്മാരുടെ ജീവിതങ്ങളും നമ്മൾ ഇങ്ങനെ ദൈവത്തിന്റെ ശക്തി പ്രകടിപ്പിക്കുവാനായിട്ട് ദൈവം അവരെ കൂട്ടിക്കൊണ്ടു പോകുന്നുണ്ട്. പ്രിയ സഹോദരങ്ങൾ, നമ്മുടെ വ്യക്തി ജീവിതത്തിൽ ഇന്ന് ഞാൻ പറഞ്ഞു വരികയായിരുന്നു, ഈ ശുശ്രൂഷ തലങ്ങളിൽ, ആത്മീയ ശുശ്രൂഷ തലങ്ങളിൽ ഒരു പക്ഷേ ഇങ്ങനെ ഒരു നമ്മുടെ ആത്മാവിനെ, നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തെ, നമ്മുടെ ക്രൈസ്തവ ജീവിതത്തിന്റെ മഹത്വത്തെ ഒത്തിരിയേറെ ബലപ്പെടുത്തുന്ന, അതിനെ പോളിഷ് ചെയ്യുന്ന, അതിനെ എന്നും ഡിസൈൻ ചെയ്യാൻ സാധിക്കുന്ന ഒരു പ്രാർത്ഥനയുടെ, ഒരു ദൈവവുമായുള്ള ബന്ധത്തിന്റെ, ഒരു ഏകാന്തമായ ഒരു കർത്താവുമായുള്ള ഒരു വാസം നമുക്ക് അനിവാര്യമാണ് നമ്മുടെ ജീവിതത്തിൽ. അതുകൊണ്ടാണ് മർക്കോസ് അവൻ ഏകനായി വിജനസ്ഥലത്തേക്ക് പോയി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. ഇനി ഈ ഒരു വ്യക്തിത്വത്തിന്റെ, ഈ ഒരു പിതാവുമായുള്ള ബന്ധത്തിന്റെ, ഈ ഒരു പ്രാർത്ഥനാ വലയത്തിന്റെ, ഈ ഒരു സ്വർഗവുമായുള്ള ബന്ധത്തിൽ മാത്രമേ, പ്രിയ മക്കളെ വിശ്വസിക്കണം, ഇങ്ങനെ ഒരു സ്വർഗവുമായുള്ള ബന്ധം, ദൈവപിതാവുമായുള്ള ഒരു കൂടിക്കാഴ്ച, ദൈവവുമായുള്ള ഒരു ഒരുമിച്ച് വാസം, ഇതിൽ മാത്രമേ ജീവിതത്തിൽ എന്തും സംഭവിക്കുകയുള്ളൂ. എന്തെങ്കിലുമൊക്കെ സംഭവിക്കണമെങ്കിൽ അതിൽ നിന്നുകൊണ്ടാണ് കർത്താവ് ശിഷ്യന്മാരെ പിന്നീട് ശുശ്രൂഷകളിലേക്ക് ശിഷ്യന്മാരെ കർത്താവ് കൂട്ടിക്കൊണ്ടു പോകുന്നതും അവരെ ശക്തിപ്പെടുത്തുന്നതും അവരുടെ തലങ്ങള്, അവരുടെ പാതകള് കർത്താവ് വെട്ടിയൊരുക്കുന്നതും നമ്മൾ കാണുന്നുണ്ടല്ലോ. മലയിലെ പ്രസംഗത്തിൽ കർത്താവ് പറയുന്നതും അല്ലെ, ഈശോ പറയുന്നതും, എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മക്കളായി മാറുവാനായിട്ട് നിങ്ങൾ ഇവയെല്ലാം പഠിക്കുന്നതിലൂടെ, ഇവയെല്ലാം എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മക്കളായി മാറുവാനായിട്ട് താൻ എന്തായി തീർന്നുകൊണ്ട്, തൻ്റെ ജനത്തിന് എന്തായി മാറിക്കൊണ്ട് കർത്താവ് എന്തായി തീരുന്നുവോ അതെല്ലാം പിതാവുമായുള്ള ഒരു ബന്ധത്തിൽ നിന്നുകൊണ്ട്, പ്രിയ സഹോദരങ്ങളുടെ പ്രാർത്ഥനയിൽ നമ്മൾ വളരേണ്ടതും. നമുക്കറിയാം, ഇന്ന് നമ്മുടെയൊക്കെ ജീവിതം നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ നമുക്കൊക്കെ പ്രാർത്ഥനയെന്ന് പറയുന്നത് വേറെ പലതുമായ കാഴ്ചപ്പാടുകളായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് നമ്മുടെ പ്രാർത്ഥന എന്നൊക്കെ പറയുന്നത്. പലപ്പോഴും ശുശ്രൂഷാ ജീവിതങ്ങളുടെ കടന്നു പോകുമ്പോൾ പലരെയും ഒക്കെ ഇപ്രകാരം കണ്ടുമുട്ടുമ്പോൾ ഈ സ്വന്തമായിട്ട് ഒരു കൃപയുടെ അനുഭവം, സ്വന്തമായിട്ട് ഒരു ദൈവം ഒരു മനുഷ്യനിലേക്ക് അവന്റെ സമർപ്പണം കൊണ്ട് കൊടുക്കുന്നതും, നമ്മുടെ ദൈവസന്നിധിയിൽ നമ്മൾ ദൈവവുമായുള്ള ബന്ധത്തിൽ നമ്മൾ സമർപ്പിച്ചുകൊണ്ട് പരിപൂർണമായി നമ്മൾ ദൈവത്തിന് കൊടുത്തുകൊണ്ട്, കർത്താവേ എനിക്കൊരു മഹത്വവും വേണ്ട, എനിക്കൊരു പ്രതാപവും വേണ്ട, എനിക്കൊരു മഹത്വവും വേണ്ട, നിന്റെ സന്നിധിയില് നിന്റെ ഉപകരണമാകാൻ തക്കവിധം നീ എന്നെ തൊടുക മാത്രം ചെയ്യുക. എളിമയോടുകൂടെ, വിനയത്തോടുകൂടെ, എന്തെങ്കിലുമൊക്കെ എൻ്റെ വാക്കുകൾക്ക്, എന്തെങ്കിലുമൊക്കെ എൻ്റെ പ്രവർത്തികൾക്ക് ഈ ഭൂമിയിൽ ഒരു ഹൃദയത്തോട് പറയാൻ കഴിയുന്നെങ്കിൽ, അവനെ നേടാൻ കഴിയുന്നുണ്ടെങ്കിൽ, കർത്താവെ എൻ്റെ മഹത്വം കൊണ്ടല്ല, എൻ്റെ കർത്താവിന്റെ മുമ്പിൽ ഞാൻ കൊടുക്കുന്ന വിലയും സമയവും സമർപ്പണവും എളിമയും കൊണ്ടാണെന്ന് അങ്ങനെ വിധേയപ്പെടാൻ കഴിയുന്ന ഒരു പ്രാർത്ഥന. നമ്മൾ പരിശുദ്ധാത്മാവിനോടൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ ഈ ഫ്രാൻസിസ് അസിസി പുണ്യവാളൻ പ്രാർത്ഥിച്ച പ്രാർത്ഥന അത് തന്നെയല്ലേ ശരിക്കും പറഞ്ഞാൽ? ദൈവമേ, രണ്ട് കാര്യങ്ങൾ ഫ്രാൻസിസ് അസിസി പ്രാർത്ഥിക്കുന്നത്. ദൈവമേ, എനിക്ക് എളിമ എന്ന ഹൃദയം നൽകണമേ, അവിടുത്തെ സമാധാനത്തിന്റെ ഉപകരണമാക്കണമേ. ഈശോ തന്റെ ശുശ്രൂഷയുടെ പരമോന്നത അവസ്ഥയിലും കർത്താവ് ഇങ്ങനെ തൻ്റെ പിതാവിന്റെ സന്നിധിയിലേക്ക് എളിമയുള്ള പുത്രനെ പോലെ കർത്താവ് കടന്നു ചെല്ലുന്നുണ്ട് പല തവണ. എളിമയോടും സമർപ്പണത്തോടും കൂടെ ഒരു കുടുംബ പ്രാർത്ഥന ചെയ്യുന്ന ഒരു കുടുംബം
ദൈവത്തെ ആഴമായിട്ട് അറിഞ്ഞ് മനസ്സിലാക്കി ആ ദൈവത്തിന്റെ പദ്ധതികൾക്ക് വിട്ടുകൊടുത്തുകൊണ്ടൊരു കുടുംബം ജീവിക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ഒരു ദൈവരാജ്യത്തിന്റെ അനുഭവവും ഒരു അനുഗ്രഹത്തിന്റെ ജീവിതവും രണ്ടും രണ്ടാണ്. അപ്പോൾ ഇപ്രകാരം നമ്മുടെ ജീവിതം, പ്രിയ സഹോദരങ്ങളെ, വിശ്വവിജനമായ സ്ഥലത്തേക്ക് അതിരാവിലെ എഴുന്നേറ്റ് അവൻ പ്രാർത്ഥിക്കുവാനായിട്ട് പോയി. ഇതിൽ ഒത്തിരിയേറെ നമ്മുടെ ജീവിതത്തിൻ്റെ വ്യക്തിപരമായ ഒരു അഭിഷേകത്തെക്കുറിച്ച്, നമ്മുടെ വ്യക്തിപരമായ ഒരു വിശുദ്ധിയെക്കുറിച്ച്, നമ്മുടെ വ്യക്തിപരമായ ഒരു ദൈവാനുഗ്രഹത്തോടെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്ന പരമപ്രധാനമായ കാര്യം നമ്മുടെ പ്രാർത്ഥനയെ നമുക്കൊന്ന് ആത്മശോധനയ്ക്ക് കൊടുക്കുവാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ പ്രാർത്ഥനയെ ഞാൻ ഈ ഏതാനും കുറച്ചു ആഴ്ചകൾക്ക് മുമ്പ് ഒരു ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട കുറച്ച് സഹോദരങ്ങളുമായി ഒരു പ്രാർത്ഥനാ യോഗത്തിൽ സംബന്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ കണ്ടുമുട്ടിയ ഒരു കാര്യം, ആ പ്രാർത്ഥനാ ഗ്രൂപ്പിനെ നയിക്കുന്ന ഒരു സഹോദരൻ, അദ്ദേഹം വർഷങ്ങളായി സുവിശേഷ ശുശ്രൂഷകളൊക്കെ ചെയ്യുന്ന ഒരു മനുഷ്യനാണ്. അദ്ദേഹമാണ് ആ ധ്യാന ടീമിനെ നയിക്കുന്നത്. പക്ഷെ എന്നെ അതിശയിപ്പിച്ച ഒരു കാര്യം, അദ്ദേഹം ദിവ്യകാരുണ്യ സന്നിധി ചെലവഴിക്കുന്ന സമയത്തിൻ്റെ വിലയാണ് ആ ഒരു ഗ്രൂപ്പിൻ്റെ ശക്തി. ഒരേ ഒരു മനുഷ്യൻ, ഏകദേശം ഒരു 20ഓളം വരുന്ന ഒരു കൂട്ടായ്മയാണ് അദ്ദേഹം ഒറ്റയ്ക്ക് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പക്ഷെ അദ്ദേഹം ഒരു വചനപ്രഘോഷണ ശുശ്രൂഷയ്ക്ക് പോകാറില്ല. അദ്ദേഹം തൻ്റെ ടീമുകളെയാണ് സജ്ജീകരിച്ച് വിടുക. പക്ഷെ അദ്ദേഹത്തിൽ കണ്ട ഒരു വലിയ കാര്യം, എത്ര മണിക്കൂറുകൾ ദിവ്യകാരുണ്യ സന്നിധിയിൽ അദ്ദേഹം ചെലവഴിക്കുന്ന ഒരു ജീവിതം. എന്നിട്ട് ഞങ്ങളിങ്ങനെ ഒരുമിച്ച് ധ്യാന ശുശ്രൂഷകൾക്ക് മുമ്പ് ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുമ്പോഴൊക്കെ ഈ മനുഷ്യനിൽ നിന്ന് സ്ഫുരിക്കുന്ന ഒരു പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം എന്ന് പറയുന്നത്, ഒരു കൃപയുടെ, ഒരു ഗ്രേസ്ഫുൾനെസ്, ഒരു കൃപയുടെ സമൃദ്ധി എന്ന് പറയുന്നത് നമുക്ക് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നമുക്ക് വായിച്ചെടുക്കാൻ പറ്റും. ഈശോയെ കണ്ടുകൊണ്ട്, ഈശോയെ കേട്ടുകൊണ്ട് അനേകര് ഈ കൃപ സ്വന്തം ജീവിതത്തിലേക്ക് സ്വീകരിച്ചവരെ നമ്മൾ ബൈബിളിൽ കാണുന്നുണ്ട്. പ്രിയമുള്ളവരെ, പ്രാർത്ഥനയിൽ കൂടാരമടിക്കുന്ന ഒരു ജീവിതത്തിന് മാത്രമേ ഈ ഭൂമിയിൽ അത്ഭുതങ്ങൾ കൊണ്ടുവരാൻ കഴിയുകയുള്ളൂ.